ഒരു മനുഷ്യൻ ആദ്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നപ്പോഴാണ് ജനിച്ചു കഴിഞ്ഞ ഉടനെ. ആദ്യത്തെ കരച്ചിലാണല്ലോ ആദ്യത്തെ കമ്മ്യൂണിക്കേഷൻ. സത്യം പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ആരെയും പഠിപ്പിക്കേണ്ടതില്ല. കമ്മ്യൂണിക്കേഷൻ നമുക്ക് ബൈ ബേർത്ത് നമ്മുടെ കൂടെയുള്ളൊരു കാര്യമാണ്. മനുഷ്യൻ്റെ കാര്യങ്ങൾ പറയാൻ ആരും കോച്ചാവാനോ ആരും ട്രെയിനറാവാനോ ഒന്നിൻ്റെ ആവശ്യമില്ല. പക്ഷേ വാട്ട് ഹാപ്പൻസ്, നമ്മുടെ ലൈഫിൽ ഈ അഡൾട്ട് ഈഗോ കയറി വരും. ഫിയർ ഓഫ് ഫെയിലിയർ, ഫിയർ ഓഫ് അൺസർട്ടനിറ്റി, മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന ചിന്ത. ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ നമ്മൾ കുറച്ചും കൂടി ഇൻഹിബിഷൻ കാണിച്ചു കൊടുക്കും. ഇങ്ങനെ കുറേ എക്സ്പീരിയൻസ് വന്ന് ഇത് സ്റ്റാക്ക് ചെയ്ത് പോകുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിൽ ഈ ഒരു സാധനം ഇങ്ങനെ ഒരു മെൻ്റൽ ബ്ലോക്ക് കയറി വരും. ആൾ ചോദിക്കുന്നത് ഫിയർ ഓഫ് ഡെത്ത് ആണോ അല്ലെങ്കിൽ ഫിയർ ഓഫ് പബ്ലിക് സ്പീക്കിംഗ് ആണോ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ 19% ആൾക്കാരെ ഫിയർ ഓഫ് ഡെത്ത്, മരണഭയമുള്ള ആൾക്കാരോ, ബാക്കിയുള്ളവർക്ക് മൈക്കിനെ പേടി. മരിക്കണോ എന്ന് വെച്ചാൽ മൈക്കണ്ടെന്നാണ് പറയും, ഞാൻ മരിച്ചോളാം. അപ്പോൾ ആ തരത്തിൽ ഇത് നമ്മൾ ഈ അഡൾട്ട് ഈഗോ കയറി നമ്മൾ എവിടേക്കോ നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസും ഫിയർ ഓഫ് ഫെയിലറൊക്കെ കയറി നമ്മൾ ബ്ലോക്കായിട്ടിരിക്കുകയാണ്. ഇതൊരു മെൻ്റൽ ബ്ലോക്കാണ്. യഥാർത്ഥം പറഞ്ഞാൽ ഈ കമ്മ്യൂണിക്കേഷൻ കോച്ചിൻ്റെ ആകെയുള്ള പണി എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ മലയിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം ഒലിച്ച് വരില്ലേ, അപ്പോൾ ഈ വെള്ളം ഒലിച്ച് വരുമ്പോൾ വെള്ളം കുറച്ച് തടം കെട്ടി നിൽക്കും. ഈ തടം കെട്ടി നിൽക്കുമ്പോൾ ആകെ ചെയ്യാനുള്ളത് ഒരു ഇറുക്കിലെടുത്ത് ഇച്ചിരി ഒന്ന് തട്ടി മാറ്റുക, വെള്ളം ശർവറാന്ന് പോയിക്കോളും. ഇത്രയേ ഉള്ളൂ. ആ മെൻ്റൽ ബ്ലോക്ക് പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം വേണം. ദാറ്റ്സ് ഇറ്റ്. അല്ലാതെ കമ്മ്യൂണിക്കേഷൻ കോച്ച് ഇവിടെ മാജിക്കൊന്നും കൊണ്ടുവരാൻ പോകുന്നില്ല. അങ്ങനെ ഒരു ട്രെയിനർക്കൊന്നും ചെയ്യാനില്ല. നിങ്ങളടുത്തുണ്ടത്, ആ ഉള്ളത് തിരിച്ചു പിടിക്കുക. എന്തുകൊണ്ടാണ് ഒരു ഡയറക്ടർ ചെയ്യുന്ന ഒരു ആക്ടർ ആ സിനിമ വളരെ ഗംഭീരമാകുന്നു, അതേ ആക്ടർ മറ്റൊരു ഡയറക്ടർ ചെയ്യുമ്പോൾ സിനിമ മഹാബദ്ധമാകുന്നു? ഹൗ ഡു യു എക്സ്ട്രാക്ട് ദ ബെസ്റ്റ് ഫ്രം ദ അതർ പേഴ്സൺ?